ഹായ് നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെള്ളുപനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നമ്മുടെ ഡോഗ്സിന് ചെള്ളുപനി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വീടിനകത്ത് മാത്രം വളർത്തുന്ന ആൾക്കാർക്ക് ഡോഗ്സിന് ചെള്ള് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ വീടിന് പുറത്തുള്ള നായ്ക്കൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു പട്ടിയുണ്ട്, അപ്പോൾ അതുമായിട്ട് അവരുടെ കൂടും അതുപോലെ നമ്മുടെ കൂടും വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിലും ഇവിടെ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെള്ളുപനി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, ചെള്ളുപനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ചെള്ളുപനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ആദ്യം ഫുഡ് എടുക്കാതെ ആവും. ഭക്ഷണം ഇപ്പോൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡുകൾ കഴിക്കാത്ത പോലെ, ഇപ്പോൾ നമ്മൾ ചിക്കനും ചോറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചിക്കൻ മാത്രമായിട്ടൊക്കെ കഴിക്കും, ചോറ് കഴിക്കാതെ ചിക്കൻ മാത്രമായിട്ട് കഴിച്ചു തുടങ്ങും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെയിറ്റ് ലോസ് വരാനുള്ള വെയിറ്റ് ലോസ് വന്നു തുടങ്ങും. ഇപ്പം നല്ല തടിയുള്ള ഡോഗ് തടിയൊക്കെ കമ്മിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ കാണും. ഈ ഒരു ആക്റ്റീവായിട്ടുണ്ടാവില്ല, ഭയങ്കര വിഷമത്തോടെ ഒരു ഭാഗത്ത് പോയിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നന്നായിട്ടെന്നല്ല, ഡോഗിനെ വളർത്തുന്നവർക്ക് തന്നെ അറിയാൻ സാധിക്കും. അതിന് സ്ഥിരമായിട്ട് വീക്ഷിക്കുന്നവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ മാറുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും, അല്ലേ ലൂണ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അതുപോലെ ഈ വോമിറ്റിംഗ് ചാൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും ചെള്ളുപനി വന്നു കഴിഞ്ഞാൽ. അല്ല, ബോഡി ടെമ്പറേച്ചർ നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവർക്ക് ഈ കോമ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയും. ഇപ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചറിൽ തന്നെ വ്യത്യാസം വരുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇവരുടെ ചെള്ള് എവിടേക്കാണ് കൂടുതലായിട്ട് കാണുക എന്ന് ചോദിച്ചാൽ, ഈ നല്ലപോലെ ഹെയർ കാണില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെള്ളുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഹെയറുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ മെയിനായിട്ട് നല്ല ഹെയറുള്ള ബ്രീഡുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് ഇവരുടെ ലോങ് ഹെയർ അല്ല എങ്കിൽ കൂടെ നല്ല കട്ടയ്ക്ക് നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് ഹെയർ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ചെവിയുടെ ഈ സൈഡിലൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ചെള്ളിനുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങളാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണാത്ത പോലും ഇല്ല. നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ചെള്ള് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ ഈ കൈവിരലുകളുടെ ഇടയിൽ ഈ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ചെള്ള് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ്. അതുപോലെ ഈ കാലിൻ്റെ അടിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ലൈലോണ ഇവിടെയൊക്കെ ചെള്ള്, ഇത് കൈ കാണിച്ചു കൊടുക്കടാ, ഈ ഭാഗങ്ങളിലൊക്കെ ചെള്ള് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വാലിൻ്റെ താഴെ, ഈ ബാക്ക് സൈഡിൽ വാലിൻ്റെ താഴെയായിട്ടൊക്കെ, അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ചെള്ള് കാണും. അപ്പോൾ ഈ കുറച്ച് ചെള്ളുകൾ കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ചെള്ളുപനി വരാനുള്ള സാധ്യത. അപ്പം നമ്മൾ അഥവാ കാണുകയാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ചെള്ളിനെ കാണുകയാണെങ്കിൽ ഈ സ്പോട്ട് ഓൺ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ടാബ്ലറ്റും ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഞാനപ്പോൾ സ്പോട്ട് ഓൺ ആണ് ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഇവർക്ക് ചെള്ളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്പോട്ട് ഓണൊക്കെ. സ്പോട്ട് ഓൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡോട്ട് ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇപ്പോൾ സ്പോട്ട് ഓൺ ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ചെറിയൊരു ബോട്ടിലായിരിക്കും. അപ്പോൾ അതിന്ന് ഒരു ചെറിയ ഹോളിലൂടെ നമുക്കിത് ഈ ഭാഗങ്ങളിൽ കണ്ടോ, ഈ ഭാഗം, അതായത് അവർക്ക് നക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ, കാരണം അത്യാവശ്യം നല്ല വിഷം തന്നെയാണത്. അപ്പോൾ അവർക്ക് നക്കാൻ കഴിയാത്ത ഭാഗങ്ങളിൽ മാത്രമായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഈ തലയുടെ കുറച്ച് ബാക്കിൽ ഇവിടെ ആകുമ്പോൾ ഇവർക്ക് ഒരിക്കലും നക്കാൻ കഴിയില്ല. അതുപോലെ ഈ കുറച്ച് ബാക്കിലോട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബാക്കിൽ ഈ പുറങ്ങളിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇവർ നക്കുന്ന ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ക്രോം ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം എല്ലാവരും ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ഈ പുറത്തൊന്ന് ക്രോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളായിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ആകും. ഒരിക്കലും നക്കുന്ന ഭാഗങ്ങളിലേക്ക് അത് ചെയ്ത് കൊടുക്കരുത്. ഒരു 2 ദിവസത്തേക്ക് കുളിപ്പിക്കാതെ ഇരുന്നാൽ മതി. 2 ദിവസത്തേക്ക് കുളിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ
ശരിക്കും പോകും. അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ കുളിപ്പിക്കേണ്ടത്. 2 ദിവസം കഴിഞ്ഞ് അപ്ലൈ ചെയ്തെല്ലാം പോയതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നന്നായി കുളിപ്പിക്കുക. അഥവാ ഈ ചെള്ളിനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ചെള്ളുള്ള സമയത്ത് നമ്മൾ എടുത്ത് മാറ്റുന്ന ഒരു സമയമാണെങ്കിൽ അവരൊരിക്കലും ഇപ്പോൾ കല്ലുകൊണ്ട് കുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെങ്ങനെയും ഒന്നും കൊല്ലരുത്. കൊല്ലുമ്പോഴും അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കെനൽ വാഷ് അതല്ലെങ്കിൽ ടിക്സിനെ കൊല്ലുന്ന ലിക്വിഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലേ ലോണ? അടുത്ത് പാടാം കണ്ട. അപ്പോൾ നമ്മൾ ചെള്ളുപനി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ ചെള്ളിനെ മാറ്റുക എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നമ്മൾ വരാതിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ മതി. അവർക്ക് ഡെയിലി കോമ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് ചെള്ളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഡോഗ്സിനെ ഒന്നും വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലടാ ലോണ? നമ്മുടെ ലൂസി കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ലൂസി അവിടെ കിടന്ന് കത്തുന്നത് ഇടയിൽ കേട്ടിട്ടുണ്ടാവും. ഈ ഭാഗങ്ങളിലൊക്കെ ചെള്ളിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ശ്രദ്ധിക്കുകയില്ല കേട്ടോ. വേണ്ട, ഞാൻ ചെള്ളാന്ന് വിചാരിച്ചു. ഇല്ല. ബൈ.